അമേരിക്കയിലെ ഫ്ലോറിഡ സ്റ്റേറ്റ് സർവകലാശാലയിൽ തോക്കുമായി എത്തിയ വിദ്യാർത്ഥി രണ്ടുപേരെ വെടിവെച്ചു കൊന്നു. 6 പേർക്ക് പരിക്ക്. ക്രമകാരിയെ പോലീസ് വെടിവെച്ചു കീഴ്പ്പെടുത്തിയ വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസൻ ചേരുന്നു. രാജേഷ്, വിദ്യാർത്ഥി അമേരിക്കയിലെ ഫ്ലോറിഡ സ്റ്റേറ്റ് സർവകലാശാലയിലാണ് തോക്കുമായി എത്തിയ വിദ്യാർത്ഥി രണ്ടുപേരെ വെടിവെച്ചു കൊന്നത്. എന്താണ് അക്രമത്തിന് പിന്നിൽ? വിവരങ്ങൾ. വൃന്ദ, അമേരിക്കയിലെ ഫ്ലോറിഡ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് ഇതുപോലെ അക്രമകാരിയായ മുൻ വിദ്യാർത്ഥി ഈ വിദ്യാർത്ഥികൾക്കിടെ വെടിവെച്ച് രണ്ടുപേർ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് അമേരിക്ക നൽകുന്ന സ്ഥിരീകരണം എന്ന് വെച്ചാൽ രണ്ടുപേരുടെ മരണമാണ് അമേരിക്ക സ്ഥിരീകരിക്കുന്നത്. ഇതിൽ 6 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു, അല്ലെങ്കിൽ 6 പേർക്ക് പരിക്കേറ്റെന്ന് കൂടി ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്നു. ഇത് 20കാരനായ മുൻ വിദ്യാർത്ഥിയാണ് ഇതുപോലൊരു ആക്രമണം നടത്തിയെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളെല്ലാം പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ സംഭവം നടന്ന പിന്നാലെ പോലീസ് എത്തി ഈ വിദ്യാർത്ഥിയെ വെടിവെച്ച് കീഴ്പ്പെടുത്തുകയായിരുന്നു. തുടർന്ന് വിദ്യാർത്ഥിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ സംഭവത്തിൽ, അല്ലെങ്കിൽ ഈ ആക്രമണത്തിൽ ഇപ്പോൾ അമേരിക്ക 2 മരണം സ്ഥിരീകരിക്കുന്നു. അതുപോലെ 6 പേർക്ക് പരിക്കേറ്റു. ഇതിൽ ചിലരുടെ നില ഗുരുതരമാണെന്ന കാര്യം കൂടി ഇപ്പോൾ നിലവിൽ അമേരിക്ക സ്ഥിരീകരിക്കുന്നു. ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷിച്ചു വരികയാണ്. അതേസമയം തന്നെ കടുത്ത തീവ്ര വംശീയ പരാമർശത്തിന്റെ പേരിൽ ഈ കോളേജിലെ ചില സംഘടനകൾ ഈ വിദ്യാർത്ഥിക്ക് നേരെ നടപടിയെടുത്തിരുന്നു. അതിനുള്ള വൈരാഗ്യമാണ് ഇതുപോലൊരു ആക്രമണം നടത്താൻ കാരണമെന്ന് എന്നുള്ള കാര്യമെല്ലാം പോലീസ് അന്വേഷിച്ചു വരികയാണ്. എന്തായാലും ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് വിവിധയിടങ്ങളിൽ, അല്ലെങ്കിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ വെടിവെപ്പിൽ, അല്ലെങ്കിൽ സർവകലാശാലയിൽ തുടർന്നുകൊണ്ടിരുന്ന ഈ വെടിവെപ്പിൽ ശക്തമായ നിയമ നടപടി വേണമെന്നാണ് ഇപ്പോൾ ഉയരുന്ന ഒരു ആവശ്യം. എന്തായാലും ഈ ആക്രമണത്തിൽ ഇപ്പോൾ 6 വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. 2 മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ വിദ്യാർത്ഥികളുടെ നില ഗുരുതരമാണ്. ഈ മരിച്ച, അല്ലെങ്കിൽ ഈ 2 പേരുടെ മരണം സ്ഥിരീകരിക്കുമ്പോൾ ഇത് സർവകലാശാലയിലെ വിദ്യാർത്ഥികളല്ല എന്ന് കൂടി ഇപ്പോൾ അമേരിക്കൻ പോലീസ് നൽകുന്ന വിശദീകരണമാണ്. എന്തായാലും ഈ ആക്രമണത്തിൽ, അല്ലെങ്കിൽ ഈ സർവകലാശാലയിൽ 40,000-ഓളം വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിലും വിദ്യാർത്ഥികൾ സുരക്ഷിത സ്ഥലങ്ങളിൽ മാറിയതാണ് ഈ ആക്രമണം, അല്ലെങ്കിൽ പോലീസ് നൽകിയ നിർദ്ദേശത്തിനനുസരിച്ച് സുരക്ഷിതമായ സ്ഥലത്ത് മാറിയതാണ് ഈ ആക്രമണം, അല്ലെങ്കിൽ മരണസംഖ്യ വർദ്ധിക്കാതിരിക്കാനുള്ള ഒരു കാരണമെന്നും കൂടി ഇപ്പോൾ അമേരിക്ക സ്ഥിരീകരിക്കുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ വെടിവെപ്പിന്റെ കാരണം ഇപ്പോൾ അമേരിക്ക, അല്ലെങ്കിൽ പോലീസ് അന്വേഷിച്ചു വരികയാണ്. എന്തായാലും അല്ലെങ്കിൽ കടുത്ത തീവ്ര വംശീയ പരാമർശത്തിന്റെ പേരിൽ കോളേജിലെ ചില സംഘടനകൾ ഈ മുൻ വിദ്യാർത്ഥിക്കെതിരെ ഒരു നടപടി എടുത്തിരുന്നു. അതിനുള്ള വൈരാഗ്യമാണോ ഇതുപോലൊരു വലിയ രീതിയിലുള്ള ആക്രമണം അയച്ചുവിടാനുള്ള കാരണമെന്നെല്ലാം ഇപ്പോൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. എന്തായാലും ഇന്നലെ നടന്ന ഈ വെടിവെപ്പിൽ, ഈ വിദ്യാർത്ഥികൾക്ക് നേരെ നടന്ന വെടിവെപ്പിൽ ഇപ്പോൾ 2 മരണം പോലീസ് സ്ഥിരീകരിക്കുന്നു. ഇത് മരിച്ചവർ ഈ സർവകലാശാലയിലെ വിദ്യാർത്ഥികളല്ല എന്ന് കൂടി അറിയിക്കുന്നു. 6 പേർക്കാണ് ഇതിൽ പരിക്കേറ്റിട്ടുള്ളത്. ഇത് ചില വിദ്യാർത്ഥികളുടെ നില ഗുരുതരമാണെന്ന് കൂടി ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത്. എന്നാലും ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സർവകലാശാല അടച്ചിട്ടിരിക്കുകയാണ്. ഒരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ സർവകലാശാല അടച്ചിടുമെന്ന് കൂടി ഇപ്പോൾ സർവകലാശാല അധികൃതർ അറിയിച്ചിരിക്കുന്നു. എന്തായാലും ഈ വെടിവെപ്പോട് കൂടി, അല്ലെങ്കിൽ തുടരുന്ന വെടിവെപ്പോട് കൂടി ഇപ്പോൾ ശക്തമായ നിയമ നടപടി വേണമെന്നാണ് ഈ വിവിധയിടങ്ങളിൽ ഉയരുന്ന ഒരു ആവശ്യം. എന്തായാലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതിൽ ഒരു അനുശോചനം രേഖപ്പെടുത്തി രംഗത്ത് വന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും പോലീസ് കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചു വരികയാണ്. ഇതിൽ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. വൃന്ദ, രാജേഷ്, ഈ ഒരു അക്രമത്തിന് ശേഷം ഈ അക്രമകാരിയെ പോലീസ് വെടിവെച്ച് കീഴ്പ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്, അല്ലേ? ഈ വെടിവെപ്പ് നടന്ന വിവരം പോലീസിന് ലഭിച്ച ഉടൻ തന്നെ പോലീസ് സംഭവ സ്ഥലത്തെത്തി ഒരു അലാറം പുറപ്പെടുപ്പിക്കുകയും ഈ വിദ്യാർത്ഥികളോട് ഒരു നിർദ്ദേശം നൽകുകയും ചെയ്യുകയായിരുന്നു. ഏകദേശം 45,000-ഓളം വിദ്യാർത്ഥികളുടെ സർവകലാശാലയിൽ ഈ വിദ്യാർത്ഥികൾ സുരക്ഷിത സ്ഥലത്തേക്ക് മാറണമെന്നൊരു പോലീസ് നിർദ്ദേശം നൽകുകയായിരുന്നു. അതേ തുടർന്നാണ് ഈ ഒരു കൂടുതൽ മരണസംഖ്യ ഇല്ലാതിരിക്കാനുള്ള കാരണം. തൊട്ടു പിന്നാലെ പോലീസ് ഈ വിദ്യാർത്ഥികളെ, അല്ലെങ്കിൽ ഈ മുൻ വിദ്യാർത്ഥിയെ വെടിവെച്ച് വീഴ്ത്തി കീഴ്പ്പെടുത്തുകയായിരുന്നു. ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഈ വിദ്യാർത്ഥിയുടെ പിതാവ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. പിതാവ് റിട്ടയർഡായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഈ ഉദ്യോഗസ്ഥന്റെ റിവോൾവർ ഉപയോഗിച്ചാണ് ഇതുപോലെ വിദ്യാർത്ഥി വെടിവെച്ചു എന്നതാണ്, അല്ലെങ്കിൽ വിദ്യാർത്ഥി ഈ ഒരു ആക്രമണം അയച്ചുവിട്ടത് എന്നതാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന സ്ഥിരീകരണം. എന്തായാലും വിദ്യാർത്ഥിയെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചു വരികയാണ്. വൃന്ദ, ശരി, രാജേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്.